ടീച്ചിങ് ഫീൽഡിലേക്ക് താല്പര്യമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോ ഒരു ടൗണിൽ പോയിട്ട് ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാമത് വീഴുന്നത് ഏതെങ്കിലും ഒരു BEd കഴിഞ്ഞാൽ TTC കഴിഞ്ഞ ഒരാളുടെ തലയിലേക്കായിരിക്കും. കാരണം അത്രയും ആൾക്കാർ ഇപ്പോ ഓരോ വർഷം കഴിയുന്നോറും നമ്മുടെ BEd കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലോ നമ്മൾക്ക് ഓരോ ഇപ്പോ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയ ഓരോ ക്ലാസ്സുകളിലേക്കും പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിന് യോഗ്യനാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി കുറച്ച് എക്സാം പാസ്സാവേണ്ടതുണ്ട്. അതായത് കേട്ടറ്റ്, സെറ്റ്, സീടെറ്റ് തുടങ്ങിയ എലിജിബിലിറ്റി ടെസ്റ്റുകളാണ്. അപ്പൊ ഇതൊക്കെ പാസ്സായാൽ മാത്രമേ നമ്മൾ ഒരു സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു യോഗ്യത ഉണ്ട് എന്നില്ല കണക്കാക്കാനുള്ള ഒരു മാനദണ്ഡമാണ് ഈ പറയുന്ന ടെസ്റ്റുകൾ. ഇനി നമുക്ക് ജോലി സാധ്യതയെ പറ്റി ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപകനാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? PSC പാസ്സാവണം. PSC നല്ല ഉയർന്ന റാങ്കിൽ വന്നാൽ മാത്രമേ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെന്ത് ചെയ്യണം? അത്രയും ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റണം എന്നില്ല. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ എഴുതുന്നുണ്ട്. മാത്രമല്ല ഈ പരീക്ഷ എന്ന് വെച്ചാൽ ഒരു 3 വർഷങ്ങൾ 4 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും, വന്നു കഴിഞ്ഞാൽ ഒരു 4 വർഷം കഴിഞ്ഞാൽ അടുത്ത പരീക്ഷകളൊക്കെ നടക്കാം. അപ്പോ അതിനനുസരിച്ചുള്ള ഒഴിവുകളും കാര്യങ്ങളൊക്കെ വേണം. ഇതാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ രണ്ടാമത് അതിൽ തന്നെ വരുന്നതാണ് നമ്മളെ ഡെയിലി വേജസ് അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നേരിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഒരു സ്കൂളിൽ പോയ സമയത്ത് 108ലധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഒരു UP ഇന്റർവ്യൂ. അപ്പൊ അതിനർത്ഥം എന്തിനാണ് ഞാൻ മനസ്സിലായത്, ഇത്രയും ആൾക്കാർ പണിയില്ലാതെ BEd കഴിഞ്ഞ് പുറത്തിരിക്കുന്ന ഒരു അവസ്ഥ കാണാൻ വേണ്ടി പറ്റി. അപ്പൊ അവിടെ പോയാൽ തന്നെ അവര് ചോദിക്കും നിങ്ങളോട് എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിലുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ നിങ്ങൾക്ക് കായികപരമായിട്ടുള്ള കഴിവുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊണ്ടായിരിക്കും അവര് റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടെയും ജോലി സാധ്യത കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. രണ്ടാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മേഖല. പ്രൈവറ്റ് നമുക്കറിയാം, അവിടെയും ഇന്റർവ്യൂവിന് ആൾക്കാരുകൾ ഉണ്ടാവും. അവർ കൊടുക്കുന്ന സാലറി ഏകദേശം 6000 മുതൽ ഒരു 12,000, 15,000, 20,000 ഒക്കെ കൊടുക്കുന്ന സ്കൂളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ എന്തായിരിക്കും അത്രയും സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്കറിയാം 12,000 രൂപക്കൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാര്യമായിട്ട് പറ്റില്ല. മൂന്നാമത് എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ എന്ന് വെച്ചാൽ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധ്യാപകരായിട്ട് മാറാൻ വേണ്ടി പറ്റും. പക്ഷെ അതിപ്പോ ഒരു 40 ലക്ഷത്തിന് മുകളിലോട്ട് നോക്കിയാൽ മതി. പൈസ കൊടുത്ത് ചേരാൻ 40 ലക്ഷം, 50 ലക്ഷം, 80 ലക്ഷം കൊടുത്തിട്ട് ജോലിക്ക് കയറാൻ വരെ ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്ത്. നാലാമത് നമുക്ക് ഔട്ട് ഓഫ് കേരള. ഓക്കെ, ഔട്ട് ഓഫ് കേരള ഇപ്പൊ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, നോർത്തില് ഇവിടെയൊക്കെ സ്കൂളിൽ നമുക്ക് എന്ത് കിട്ടും? ജോലി സാധ്യതയുണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കേട്ടറിഞ്ഞതിൽ വെച്ചിട്ട് ലേഡീസിന് ഫുഡ്, അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ജെന്റ്സിന് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഒരു 25-30 റേഞ്ചിൽ സാലറി ഒക്കെ കിട്ടുമെങ്കിലും അത്യാവശ്യം നല്ല പണിയുണ്ട്, നല്ല സ്ട്രെസ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ ചില ഏജൻസി വഴികളൊക്കെ പോയിട്ട് പെട്ടവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത്, മെയിനായിട്ട് UAE-ലൊക്കെയാണ് ആൾക്കാർ ജോലി തേടി പോകുന്നത്. അവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ കേട്ടറിഞ്ഞു വെച്ചു, അതുപോലെ തന്നെ എന്റെ കൂട്ടുകാരൊക്കെ ജോലി സാധ്യത നേടി പോയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാല് അവിടെ ഒരു നല്ലൊരു ഹോൾഡ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ചെയ്യാൻ ആളുണ്ടെങ്കിൽ മാത്രമേ അവിടെ ജോലിക്ക് ചാൻസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോ അതൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ആരെങ്കിലും പരിചയത്തിൽ പോയിട്ട് ജോലി കിട്ടാത്തവരോ അല്ലെങ്കിൽ കിട്ടിയവരോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇതൊക്കെയാണ് നമ്മുടെ BEd കഴിഞ്ഞാലുള്ള ഒരു ജോലി സാധ്യത എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും ടഫ് കോമ്പറ്റീഷൻ ഓരോ കൊല്ലം കഴിയുന്നവരും ഇത്രയും ആൾക്കാരുകൾ ഇറങ്ങുന്നത്, ആൾക്കാരുകളുടെ എണ്ണം കൂടുന്നത്, പക്ഷെ ജോലി സാധ്യത കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ അറിയുന്നവരോടൊന്ന് ചോദിക്കുക. BEd കഴിഞ്ഞവരോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവര് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറേ അധികം ആൾക്കാർ പണിയില്ലാതെ ഇരിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഞാനടക്കം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് ആലോചിച്ച് ഇരുന്നൊരു തീരുമാനം, നല്ല രീതിയിലുള്ള തീരുമാനം എടുത്തിട്ട് ഇത് വേണോ വേണ്ടിയോ എന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇപ്പോൾ ടീച്ചിങ് ആണ് ഇഷ്ടമെങ്കിൽ ഇതൊക്കെ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം.
ഞാൻ ജസ്റ്റ് ഇതിനെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഇനി ഇതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ഓക്കെ, താങ്ക് യു.